5 തൈകൾ 1000 രൂപ എന്നുള്ള ലെവലിലാണ് കൊടുക്കുന്നത്. ഈ 5 തൈകളല്ലേ ഇത്? ഈ 5 തൈകളാണ്. ഇത് എന്തൊക്കെയാണ് തൈകള്? ഇത് അബിയോ ആണ്. എന്റെ ഹൈറ്റ് തന്നെ ഉണ്ട്. എന്റെ ഹൈറ്റ് തന്നെ ഉള്ള പ്ലാന്റ് ആണ്. റംബുട്ടാൻ ഇതാ അത്യാവശ്യം ചെറിയ പ്ലാന്റ് ഒന്നുമല്ല, അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്. നല്ല ബഡ് തൈ. ബുഷ് ഓറഞ്ച് നിറയെ കായുള്ളതാണ്. നിറയെ കാഴ്ച നിൽക്കുന്ന ഇതാണ്. പിന്നെ ഇതാ തായ്ലൻഡിന്റെ കാട്ടിമൂണ്. മാവിന്റെ വെറൈറ്റിയിൽ നല്ല വെറൈറ്റി. ഒരു വർഷത്തിൽ 3 തവണ കായ്ക്കും. അടിപൊളി ഒരു വെറൈറ്റി. നല്ല ബുഷ് ആയിട്ടുള്ള മരം. നല്ല മരം. ഓൾ സീസൺ ആണ്. പിന്നെ അതൊരു ഓൾ സീസണിന്റെ പ്ലാവ്. വിയറ്റ്നാം അല്ലേ? വിയറ്റ്നാം എയർലി പ്ലാവ് കേട്ടോ. ഏകദേശം ഒരു 5 പ്ലാന്റ് നല്ല വിലക്കുള്ള പ്ലാന്റ് ആണ്. ഏകദേശം ഒരു 1500 രൂപയോളം വരുന്ന പ്ലാന്റ്. അപ്പൊ നമ്മൾ 1000 രൂപ വെച്ചിട്ടാണ് ഇപ്പൊ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത്. ഈ 5 പ്ലാന്റുകളും ഒരുമിച്ച് നമ്മൾ ഓഫർ ആയിട്ട് നമുക്ക് എത്ര ദിവസം കൊടുക്കാം ഈ ഓഫർ? നമുക്കൊരു 5 ദിവസം കൊടുക്കാം. ഓപ്പണിംഗിന്റെ ശേഷം 5 ദിവസം വരെ കൊടുക്കാം. തിരൂരിന്റെ മണ്ണിൽ ഒരു പുതിയ ഗാർഡൻ നമുക്കായിട്ട് ഇതാ ഒരുക്കി വെച്ചിരിക്കുകയാണ്. എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റുകളും നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി തൈകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഗാർഡനാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. ലൊക്കേഷൻ വരുന്നത് നമ്മൾ തിരൂർ ബസ് സ്റ്റാൻഡിന് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താട്ടോ. അപ്പൊ നമുക്കിവിടെ നല്ല ഓഫറും കൂടി ഉണ്ട്. ഈ വരുന്ന 5-ാം തീയതിയാണ് ഓപ്പണിങ്. നല്ല ഓഫർ വെച്ചിട്ട്. അപ്പൊ ഈ ഓഫർ ആരും മിസ്സാക്കരുത്. അപ്പോൾ ഈ ഗാർഡന്റെ ബോസ് നമ്മുടെ അടുത്തുണ്ട്. ഇവിടേക്ക് വരാനുള്ള വഴി എങ്ങനെ? നമ്മള് സിറ്റി ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് റോഡ് വന്നു കഴിഞ്ഞാൽ 3ാമത്തെ വളവ് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനമാണ്. കോട്ടക്കൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് സിറ്റി ഹോസ്പിറ്റൽ നേരെ മുമ്പോട്ട് കയറി കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആ റോഡ് നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ലൊക്കേഷൻ കാണാൻ പറ്റും. 2-3 വളവ് കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്നൊക്കെ വരുമ്പോൾ ചെമ്പ്ര റോട്ടിന് കയറിയിട്ട് സിറ്റി ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് പോകുന്ന റോട്ടിന് കയറാം. നേരെ വന്നു കഴിഞ്ഞാൽ ഇടത്തെ ഭാഗത്ത് കാണും. എന്നാണ് ഈ ഓപ്പണിംഗ്? നമ്മൾ 5-ാം തീയതി രാവിലെ 9 മണിക്ക്. 5-ാം തീയതി രാവിലെ 9 മണിക്ക് ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അന്ന് നമ്മൾ എന്തെങ്കിലും വിശേഷങ്ങളുണ്ട് അവിടെ? നമ്മള് അന്ന് ചെറിയൊരു ഓഫറൊക്കെ കൊടുക്കുന്നുണ്ട്. അന്ന് കൊടുക്കണ 5 തൈ 1000 രൂപക്ക്. 5 തൈ 1000 രൂപയ്ക്ക്. അബിയു, കാറ്റിമൂന്റെ മാവ്, പിന്നെ ബുഷ് ഓറഞ്ച്, പിന്നെ റംബുട്ടാന്, ഒരു വിയറ്റ്നാമിന്റെ പ്ലാവ്. അപ്പൊ അത് മാത്രല്ല കേട്ടാ, മറ്റുള്ള പ്ലാന്റ്സുകളൊക്കെ നല്ല വിലക്കുറവിനാണ്. അപ്പൊ നമുക്ക് പ്ലാന്റ്സുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. എല്ലാം നമ്മൾ നല്ല മിതമായ റേറ്റിലാണ് ഇവിടെ കൊടുക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പൊ നമ്മൾ ഇപ്പൊ റംബുട്ടാനാണ് ആദ്യം പരിചയപ്പെടാവുന്നത്. റംബുട്ടാൻ എന്തായാലും കൊടുക്കാം നമുക്ക്. 250 കൊടുക്കാം. 2 അടി മേലക്ക് തൈകളാണ്. 2 അടി മേലക്ക് പൊക്കുണ്ട്. ബഡ് തൈ റംബുട്ടാൻ ആണ്. എത്ര? 250 രൂപയ്ക്ക് കേട്ടോ ഇത്രയും നല്ല പ്ലാന്റ് കൊടുക്കുന്നത്. ഇത് നമ്മൾ അത്യാവശ്യം ഇവിടെ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. നല്ല മരങ്ങളാണ്. ഇത് തായ്ലൻഡിന്റെ കാറ്റിമൂണ്. നല്ല മാങ്ങ ആയത് തൈയാണ്. ഇതാ 1 2 3 മാങ്ങ. 3 മാങ്ങ. 1 2 3 നല്ല അടിപൊളി മാങ്ങ. നല്ല ഫിനിഷിംഗ് ഉള്ള മാങ്ങ. മാത്രമല്ല അത് അവിടെ വേറെ ഉണ്ട് കേട്ടാ. 3-4 നല്ല സൈസ് ആയിരുന്നു. ഇവിടെ ഇതിലുണ്ട്. ഇതില് 3 മാങ്ങ ഉണ്ട്. ഇതിലും 3 മാങ്ങ ഉണ്ട് കേട്ടോ. നല്ല വൃത്തിയുള്ള പ്ലാന്റും നല്ല ഹെൽത്തി പ്ലാന്റ്. മാങ്ങയോടുകൂടി നമുക്ക് എത്ര രൂപ കൊടുക്കുന്നത്? മാങ്ങയോട് കൂടിയിട്ട് ഇത് 1500 ആണ്. ഇത് നമുക്ക് ഒരു ഓഫർ എന്നുള്ള ലെവലിൽ ഒരു 1200 കൊടുക്കാം. 1200 കൊടുക്കാം. 1200 രൂപയ്ക്ക് കണ്ടോ നല്ല വൃത്തിയുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള തൈ നമുക്ക് കൊണ്ടുപോകട്ടോ. കടവണ്ണൊക്കെ നല്ല കടവണ്ണാണ്. ഇവിടെ ഒരുപാട് മാങ്ങകൾ ഉണ്ട് കേട്ടോ. മാവ് വേറെ ഉണ്ട്. പല ഐറ്റം മാവുകൾ ഇതിന്റെ ഉള്ളിൽ കുറെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഏതാ വേണ്ടിച്ചാ തെരഞ്ഞ് സെലക്ട് ചെയ്തിട്ട് അവിടെയൊക്കെ വേറെ വെറൈറ്റീസ് ഉണ്ട്. ഈ വലിയ മാവുകൾക്കൊക്കെ 1000 രൂപ വരുന്നുള്ളൂ. 1000 രൂപ വരുന്നുള്ളൂ. അത്ര വരുള്ളൂ. നല്ല ബുഷ് തൈയാണ്. 1000 രൂപ വരുന്നത്. റംബുട്ടാൻ നോക്കാം. റംബുട്ടാന്റെ അടിപൊളി മരം. നല്ല സൂപ്പർ തൈ. അടുത്ത കൊല്ലം കായ്ക്കണം. അടുത്ത സീസണിൽ കായ്ക്കണ തൈകളാണ്. ബഡ് തൈ. നല്ല ബുഷ് തൈകളാണ്. അതൊക്കെ എന്തായാലും പറഞ്ഞു. ഇത് 1600 രൂപ കൊടുക്കാം. 1600. അത് വലിയ മരം കേട്ടോ. 1600 രൂപയ്ക്ക് സൂപ്പർ മരം. അടുത്ത പ്രാവശ്യം ഫ്ലവറും കായും വരാൻ സാധ്യതയുള്ള മരങ്ങളാണ്. ഇത് നമുക്ക് തൃശ്ശൂർ തന്നെ 2000 രൂപയോളം വില ഈ വലുപ്പത്തിലൊക്കെ അവര് വന്നിട്ടുണ്ടെങ്കിൽ ആ റേറ്റ് എടുക്കും. ബ്ലാക്ക് ഞാവല് എന്തായാലും കൊടുക്കാം. ഒരു 200 രൂപ കൊടുക്കാം. 200 രൂപയ്ക്ക് ബ്ലാക്ക് ഞാവൽ കേട്ടോ. ഹൈറ്റ് ഉള്ളതാണ്. ഏകദേശം ഒരാളായിട്ട് വരുന്നത് അല്ലേ. നല്ല ഹൈറ്റ് ഉള്ള മരമാണ്. നല്ല ഹെൽത്തി പ്ലാന്റ് കേട്ടോ. 200 രൂപക്ക് നമുക്ക് ബ്ലാക്ക് ഞാവൽ കൊണ്ടുപോകാം കേട്ടോ. ഇതേതാ? അത് വിയറ്റ്നാം മാൾട്ട. ഈ നല്ല പ്ലാന്റ് നമുക്ക് എത്ര കൊടുക്കാം? 200 രൂപയ്ക്ക്. 200 രൂപയ്ക്ക് അടിപൊളി പ്ലാന്റ് ആണ്. കണ്ടോ മഞ്ഞ റംബുട്ടാൻ. E35 മഞ്ഞ റംബുട്ടാൻ. ഇതെന്തായാലും കൊടുക്കാം. 650 രൂപ. 650 രൂപയ്ക്ക് കണ്ടോ ഞങ്ങളെ പൊക്കം വരും. അത്രയും നല്ല പ്ലാന്റ്, നല്ല ഹെൽത്തി പ്ലാന്റ്. മഞ്ഞ റംബുട്ടാൻ കൂടുതൽ ആളുകൾ ചോദിക്കാറുണ്ട്. ആവശ്യക്കാർക്ക് നല്ലൊരു റംബുട്ടാന്റെ ഒരുപാട് തൈകൾ ആവശ്യത്തിൽ ഏറെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. മട്ടോവന്റെ നല്ല തൈകളെ നല്ല ഹെൽത്തി പ്ലാന്റുകള് എന്തായാലും കൊടുക്കുന്നത്? 450 രൂപ. 450 രൂപന്റെ ഇപ്പൊ 400 രൂപ കൊടുക്കുക കേട്ടോ. നല്ല തൈകളാണ്. വേറെ ഒരുപാട് നല്ല കായോട് കൂടിയ തൈകളൊക്കെ നിൽക്കുന്നത്.
കണ്ടോ പേരാപ്പിളിന്റെ സൂപ്പർ തൈകളാണ്. എന്തെങ്കിലും കൊടുക്കാത് 150 രൂപ. 150 രൂപയ്ക്ക് ഫ്രൂട്ട് അടക്കം കൊണ്ടുപോകാം കേട്ടോ. നല്ല ബുഷ് തൈകൾ അത്യാവശ്യം നമ്മളടുത്ത് ക്വാണ്ടിറ്റി ഉണ്ട്. സ്ട്രോബെറി പേരാണ് ഈ കാണിക്കുന്നത് കേട്ടോ. 120 രൂപയ്ക്ക് നല്ല തൈകളാണ് അല്ലേ. ഇതിന്റെ തൈകൾ ഉണ്ടല്ലേ, നല്ല തൈകളെ 120 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. സ്ട്രോബെറി പേര. 200 രൂപക്ക് ബറാബ. ഇതൊക്കെ ശരിക്കും നമ്മൾ ഓഫർ ആയിട്ട് കൊടുക്കുന്നല്ലേ. ഇതിന്റെ ശരിക്കുള്ള വില എത്രയോ? ഇത് 250-300 ആ റേഞ്ചിലൊക്കെ വരും. ഈ വലുപ്പമുള്ളത്. ഈ സൈസ് അത്യാവശ്യം നല്ല ബുഷ് ആയിട്ടുള്ള മരം കേട്ടോ. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കണ്ടോ. അത്യാവശ്യം നല്ല കടവണ്ണക്കുള്ള മരമാണ്. ഉമ്മർചാമ്പന്റെ അടിപൊളി പ്ലാന്റ് കേട്ടോ. നല്ല കടവണ്ണക്കുള്ള സൂപ്പർ പ്ലാന്റ്, നല്ല ഹെൽത്തി പ്ലാന്റ്. ഈ സൈസ് എത്ര രൂപ നമ്മൾ കൊടുക്കുന്നത്? 600 രൂപ. 550 കൊടുക്കാം ഒരു ഓഫർ ആയിട്ട്. 550 രൂപ കേട്ടോ. ഇത്രയും നല്ല പ്ലാന്റ് കൊടുക്കുന്നത്. അത്യാവശ്യം നമുക്ക് ക്വാണ്ടിറ്റി ഇല്ലേ ഉണ്ടല്ലോ. ഇത് ബനാന മാംഗോ 250 രൂപ കൊടുക്കാം നമുക്ക്. ഇത്രയും വലിയ പ്ലാന്റ് 250 രൂപയ്ക്ക് ബനാന മാംഗോന്റെ അടിപൊളി പ്ലാന്റ്, നല്ല ഹെൽത്തി പ്ലാന്റുകളെ. ഇത്രയും നല്ല പ്ലാന്റ് ഏകദേശം നല്ല പ്ലാന്റ് തന്നെ അല്ലേ. 250 രൂപ കൊടുക്കുന്നത്. 250 കൊടുക്കാം. അപ്പൊ അത്യാവശ്യം ഇതും നമ്മളടുത്ത് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അതുപോലെ കാറ്റിമൂൺ എത്ര രൂപ കൊടുക്കുന്ന? കാറ്റിമൂൺ 250 കൊടുക്കാം. 250 രൂപയ്ക്ക് നല്ല ഹൈറ്റ് ഉള്ള ഒരു ഏകദേശം 3 അടിയോളം പൊക്കം വരും. 3 അടി മേലേക്ക് വരണം. മേലെ വരുന്നുണ്ടാവും. 3 അടി മേലെ വരണം. ഏകദേശം ഈ ഹൈറ്റ് വരണം. ഓൾ സീസൺ ആട്ടാ. ഓൾ സീസൺ ആവാം അല്ലേ. ഓക്കെ. ഇതൊക്കെ ചിലപ്പോ അടുത്ത പ്രാവശ്യം തന്നെ ഫ്ലവർ വരെ സാധ്യതയുള്ള മരങ്ങളല്ലേ. അത് ഫ്ലവർ ഉള്ളത് ഉണ്ടായിരുന്നോ കഴിഞ്ഞതാ? അതെ, കൊഴിഞ്ഞു പോയതായിരിക്കും. അപ്പൊ നല്ല പ്ലാന്റുകൾ കേട്ടോ ഇതൊക്കെ. വിയറ്റ്നാം സൂപ്പർ അല്ലേ, നല്ല പ്ലാന്റ് അല്ലേ. അത്യാവശ്യം സ്റ്റോക്ക് ഇല്ലേ? ഇഷ്ടംപോലെ ഉണ്ട്. അത്യാവശ്യം ഉണ്ട്. അതായത് 120 രൂപ കൊടുക്കാം. 120 രൂപ കൊടുക്കാം ഓഫർ എന്നുള്ള ലെവലില്. 120 രൂപക്ക് അത്യാവശ്യം നല്ല പ്ലാന്റുകൾ ആട്ടത്. നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. 1.5 വർഷം കൊണ്ട് ചക്ക വരുന്ന പ്ലാന്റ്. 1.5 വർഷം കൊണ്ട് കറക്റ്റ് നോക്കുകയാണെങ്കിൽ 1.5 വർഷം കൊണ്ട് ചക്ക വരും. 120 രൂപയ്ക്കാണ് ഇതാ ഇത്രയും വലിയ സൈസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. ഇത് സീഡ്ലെസ് ലെമണിന്റെ നല്ല പ്ലാന്റ് ആണ് ഈ കാണുന്നതൊക്കെ. ഇതെന്ത് വില കൊടുക്കുന്ന? ഇത് 180. കായ ഉള്ളതാട്ടാ. കായ വന്നതാണ്. കായ വന്ന പ്ലാന്റുകൾ ഇതിലുണ്ട് കേട്ടോ. സീഡ്ലെസ് ലെമണിന്റെ നല്ല പ്ലാന്റുകളാണ്. 180 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 150 ഇപ്പൊ ലാസ്റ്റ് പ്രൈസ് ആണോ? 150 എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. ഇത് J33. J33ന്റെ നല്ല പ്ലാന്റ്, വലുപ്പമുള്ള പ്ലാന്റുകളാണ്. ഇത് നമ്മൾ ഓഫർ ആയിട്ട് എന്ത് വില കൊടുക്കാം? ഇത് 230 കൊടുക്കാം. 230 കൊടുക്കാം. നല്ല പ്ലാന്റുകളാണ്, നല്ല ബുഷ് തയ്യാട്ടോ. ഇത് 150 നമ്മൾ കൊടുക്കുന്നത്. ഒരു 130 കൊടുക്കാം ലാസ്റ്റ് ഓഫർ ആക്കി. 130 കൊടുക്കാം. ബുഷ് ഓറഞ്ച് നിറയെ ബുഷ് ഓറഞ്ച് വന്നിട്ടുള്ള തൈകൾ 130 കൊടുക്കാം. ഇതിലൊക്കെ നിറയെ കായ വന്നിട്ടുള്ള തൈകളാട്ടാ. വെറും 130 രൂപയ്ക്കാണ് നമ്മൾ ഡാഫോഡിൽ ഗാർഡനിൽ കൊടുക്കുന്നത്. സൂപ്പർ തൈകളാട്ടാ. നല്ല ഹെൽത്തി പ്ലാന്റുകൾ, എല്ലാത്തിനും കായ വന്നിട്ടുള്ള സൂപ്പർ മരങ്ങളാണ്. ഇതേതാ? ഡാങ് സൂര്യ 220 കൊടുക്കാം. ഡാങ് സൂര്യ പ്ലാവ് 220 റെഡ് അല്ലേ. റെഡ് ആട്ടത്, റെഡ് ജാക്ക് ആണ്. 220 രൂപയ്ക്കാണ് ഡാങ് സൂര്യ കൊടുക്കുന്നത്. വയലറ്റ് പേര 120 കൊടുക്കാം. 120 രൂപയ്ക്ക് വയലറ്റ് പേര കേട്ടോ. നല്ല തൈകള്. ഇത് റോളിനിന്റെ അടിപൊളി പ്ലാന്റ് ഇതാ. എന്ത് വില കൊടുക്കാം? ഇതൊരു 80 രൂപ കൊടുക്കാം. 80 രൂപ കൊടുക്കാം. റോളിനിന്റെ സ്റ്റാർ ഫ്രൂട്ട് വന്ന സ്റ്റാർ ഫ്രൂട്ടിന്റെ തൈകൾ 200 രൂപ. 200 രൂപയ്ക്ക് ഈ ഫ്രൂട്ടോടൊക്കെ കൊടുക്കാം. അങ്ങനെ കൊടുക്കാം. അബിയോ അല്ലത്? ഇത് അബിയോന്റെ നല്ല തൈകൾ ഇത് നമ്മൾ 350 കൊടുക്കുന്ന തൈകളാണ്. ഇത് 300 കൊടുക്കാം. 300 കൊടുക്കാം. 300 രൂപ കൊടുക്കാം. 300 രൂപയ്ക്ക് നല്ല തൈകൾ അബിയുടെ. നല്ല അടിപൊളി തൈകളാണ്. കൊളമ്പ് മാവട്ടത്. കൊളമ്പ് മാവിന്റെ നല്ല തൈകളാണ്. നല്ല ബഡ് തൈകളാണ്. ബഡാണ് കേട്ടോ. ബഡ് തൈകളാട്ടോ. അതിൽ ഫ്ലവർ വന്ന പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട്. കൊളമ്പിന്റെ തൈകൾ ഒരുപാട് നമ്മളുണ്ടല്ലോ അല്ലേ? ഇഷ്ടംപോലെ തൈകളുണ്ട്. എന്ത് വില കൊടുക്കാം? ഇത് 250. 250 രൂപയ്ക്ക്. 250 രൂപയ്ക്ക് അത്യാവശ്യം പൊക്കമുള്ള കേട്ടോ. 3 അടിന്റെ മേലെ പൊക്കം വരുന്ന തൈകളാണ് കാണിക്കുന്നതൊക്കെ. ഇതിൽ തന്നെ സിന്ദൂരൊക്കെ ഉണ്ട് കേട്ടോ. സിന്ദൂര മാവുണ്ട്. പിന്നെ വിയറ്റ്നാമിന്റെ സൂപ്പർ എയർലി. വിയറ്റ്നാം സൂപ്പർ എയർലി കായുള്ളത്. കായ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് വില കൊടുക്കാം? ഇത് 250 രൂപ കൊടുക്കാം. 250 രൂപയ്ക്ക് ചക്ക വന്ന് തുടങ്ങിയ പ്ലാന്റുകൾ കേട്ടോ. 250 രൂപയ്ക്കാണ് ഇത്രയും നല്ല തൈകൾ കൊടുക്കുന്നത്. ഇതതിന്റെ വലുതിട്ടാ.
വിയറ്റ്നാമിന്റെ വലിയ തൈ. വലിയ തൈ. ഇത് എന്നെക്കാളും പൊക്കം വരുന്നുണ്ട് ഏകദേശം. ഉണ്ട്, പൊക്കുണ്ട്. പൊക്കുണ്ട്. ഇത് 800-850 കൊടുക്കുന്ന സാധനമാണ്. നമുക്ക് 500 കൊടുക്കാം. 500 രൂപ കൊടുക്കാം. 500 രൂപ കൊടുക്കാം. 500 രൂപയ്ക്ക് നല്ല തൈ കേട്ടോ. എവിടുന്ന് കിട്ടാൻ പ്രയാസമാണ്. ഇത്രയും സൈസ് 500 രൂപയ്ക്കാണ്. നല്ല ബുഷ് തൈ ആയ തൈയാണ്, കായ്ക്കാനായ തൈ. അപ്പോൾ കണ്ടില്ലേ, നല്ല പ്ലാന്റുകളാണ്. 500 രൂപയ്ക്കാണ് ഈ വിയറ്റ്നാം കൊടുക്കുന്നത്. ടൈമിങ്ങിന്റെ പേര വലുപ്പമുള്ള പ്ലാന്റ് ആണ്, നല്ല ആയിട്ടുള്ള 150 രൂപ കൊടുക്കാം. നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. 150 രൂപയ്ക്കാട്ടത്. അതിൽ കായുള്ളതും കായില്ലാത്തതും ഒക്കെ ഉണ്ടാവും. NIT റംബൂട്ടാന് ഏകദേശം എന്നെക്കായും പൊക്കമുള്ള തൈ 550 രൂപ കൊടുക്കാം. 550 രൂപയ്ക്ക് NIT നല്ല കടവണ്ണും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആട്ടാ. ബഡ് തൈയോ? ബഡ് തൈയാ. 550 രൂപയ്ക്കാട്ടോ ഇത് ഇത്രയും വലിയ തൈകൾ കൊടുക്കുന്നത്. അതാ നാംഡോക്മോയിന്റെ അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. നല്ല കടവണ്ണും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. 350 രൂപ കൊടുക്കാൻ മതി. 350 രൂപയ്ക്ക് അടിപൊളി തയ്യ, നല്ല ഹെൽത്തി പ്ലാന്റ്. ഈ തൈ ഒന്നും കിട്ടൂല. നല്ല പ്ലാന്റ് കേട്ടോ. ഇത് നമ്മുടെ അത്യാവശ്യം ക്വാണ്ടിറ്റി അതിന്റെ വലുതാ. അതിന്റെ വലുത് 21 ഫ്ലവർ ആയത്. എന്തെങ്കിലും കൊടുക്കാം. ഇതൊരു 1200 രൂപ കൊടുക്കാം. 1200 രൂപയ്ക്ക് ഫ്ലവർ ആയത്. ഇത് ഫ്ലവർ ആയിട്ടുള്ള അടിവണ്ണൊക്കെ നല്ല ഉഷാറ്, നല്ല മൂപ്പുള്ള സാധനം കേട്ടോ. ഇത് അതന്നെയല്ലേ? ഒക്കെ അതന്നെ. കണ്ടതിന്റെ കടവണ്ണൊക്കെ നോക്കി നോക്കൂ. അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ്. നല്ല ബുഷ് തൈ, ഫ്ലവർ വന്നിട്ടുള്ള തൈകളാട്ടോ ഇതൊക്കെ. പിന്നെ ജപ്പാൻ പേര. എന്തെങ്കിലും കൊടുക്കുന്ന 250 രൂപ. 250 രൂപയ്ക്ക് ജപ്പാൻ പേര കേട്ടോ. പേര വന്നിട്ടുണ്ടല്ലോ. പേരുണ്ട്. പേരോട് കൂടി കൊണ്ടുപോകട്ടോ. ചിലതിലൊക്കെ പേരുണ്ട്. അപ്പൊ ആദ്യം വരുന്ന ആൾക്കാർക്ക് പേരൊക്കെ കൊണ്ടുപോവാ. പിന്നെ വന്നിട്ട് പേരില്ലാത്ത മരം എന്ന് പറയരുത്. കാരണം കുറച്ചെണ്ണത്തിലെ പേര കാണുന്നുള്ളൂ. അപ്പൊ എന്തെങ്കിലും കൊടുക്കാറ്? ഇത് 250 രൂപയ്ക്ക് പേരോട് കൂടി കൊടുക്കാം. ഇതെന്റെ വലിയ പ്ലാന്റ് ആണ്. പിന്നെ അത് അബിയുന്റെ വലിയ പ്ലാന്റ്. അബിയുന്റെ നല്ല ബുഷ് മരം കേട്ടോ, വലിയ പ്ലാന്റ്. എന്തെങ്കിലും കൊടുക്കുന്നത്? ഒരു 1200 കൊടുക്കാം. 1200 കൊടുക്കാം. ഓപ്പണിംഗ് ഒക്കെ അല്ലേ? ഓപ്പണിംഗിന്റെ അന്ന് 5 ദിവസം വരെ നമ്മളിത് 1200 രൂപയ്ക്ക് വലിയ മരം കേട്ടോ. നല്ല ബുഷ് തൈയാണ്. ഫ്ലവർ വന്നിട്ടുണ്ട്. ഫ്ലവർ ഉണ്ടായിരുന്നു. ഫ്ലവർ ഉള്ളുണ്ട്. ഫ്ലവർ ഉള്ള മരങ്ങളാട്ടോ. ഇത് നിറയെ ഫ്ലവറാ. ഇതിലൊക്കെ ഫ്ലവറാ. ഫ്ലവർ വന്നിട്ടോ. 1200 രൂപയ്ക്ക് നല്ല ബുഷ് വലിയ മരം കേട്ടോ. പിന്നെ നോക്കാം, ചക്ക ഉള്ള പ്ലാവ്. വിയറ്റ്നാമിന്റെ നല്ല ബുഷ് തൈ ചക്കയോട് കൂടി. എത്ര രൂപക്ക് നമുക്ക് കൊടുക്കുന്നത്? അത് 1000 രൂപ. 1000 രൂപയ്ക്ക് ബുഷ് നല്ല ചക്ക ഉള്ള മരം കൊണ്ടുപോകട്ടെ. ചെറുതല്ലട്ടാ, ചെറുത് 850 കിട്ടാണ്ട്. അത് ചെറുതല്ല. ഇത് അവിടെ നോക്കാം. ഇതാണ് സൈസ്. നല്ല പ്ലാന്റ്. കണ്ടോ അതിന്റെ വലിപ്പം കണ്ടോ? നല്ല പ്ലാന്റ് കേട്ടോ. ഇത് അത്യാവശ്യം ഒരു 1.25 ആള വലിപ്പം വരുന്നുണ്ട്. നല്ല ബുഷ് തൈയാണ്. കടവണ്ണൊക്കെ സൂപ്പർ കേട്ടോ. നല്ല പ്ലാന്റ് ആണ്. എന്തുപോലെ കൊടുക്കുന്നത് ലാസ്റ്റ്? 1000 രൂപയ്ക്കാട്ടോ അത്രയും വലിയ മരം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഡൻസൂരിന്റെ റെഡ് ജാക്ക് ഉണ്ട്. ഈ നല്ല തൈ എത്ര കൊടുക്കുന്നത്? 1000 തന്നെ. 1000 രൂപയ്ക്ക്. 1200 എല്ലായിടത്തും കൊടുക്കുന്നത്. നമ്മൾ 1000 രൂപ കൊടുക്കുക. നല്ല ബുഷ് തൈ, നല്ല ഹൈറ്റും ഉണ്ട്. സൂപ്പർ മരമാണ്. വലിയ കവറിൽ തന്നെ വെച്ചിട്ടുള്ള നല്ല അത്യാവശ്യം കടവണ്ണൊക്കെ സൂപ്പർ കടവണ്ണായിട്ടുള്ള അടിപൊളി തൈ കേട്ടോ. 1000 രൂപ കൊടുക്കുന്നത്. റംബുട്ടാന്റെ വലിയ മരോ? 1600. വലിയ തൈ. ഇത് ഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നോ? ഫ്ലവർ തൈ പ്രാവശ്യം വരാൻ സാധ്യത. വലിയ മരം, ചെറുതല്ല, വലുത്. 1600. 1600 രൂപയ്ക്ക് ഇത്രയും നല്ല പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇതുണ്ടാ, ഇത് മാംഗോസ്റ്റിന്റെ നല്ല ബുഷ് തൈ, വലിയ തൈ. ഒരു 2500 രൂപ കൊടുക്കാം. 2500 രൂപ കൊടുക്കാം. ഇതിൽ ഇനി സമയം എടുക്കും അത് ഫ്രൂട്ട് വരാൻ? ഇല്ല, ഒരു 2 കൊല്ലം. 2 കൊല്ലം കൂടിയോ? 2 കൊല്ലത്തിന്റെ ഉള്ളിൽ വരും. നല്ല വൃത്തിയുള്ള മരം കേട്ടോ. ഈ ലീഫൊക്കെ നോക്കി സൂപ്പർ മരമാണ്. കടവണ്ണം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കടവണ്ണുള്ള വലിയ കവറി വെച്ചിട്ടുള്ള അടിപൊളി മരം. നല്ല ബുഷുള്ള തൈയാണ്. കാലാപ്പാടിന്റെ പെട്ടെന്ന് കഴിഞ്ഞ ഒരു വർഷത്തിന്റെ 1.5 വർഷം കൊണ്ട് കായ്ക്കണ തൈയാണ്. ഇത് നമുക്ക് 400 രൂപ കൊടുക്കാം. 400 രൂപയ്ക്ക് വലിയ ബുഷുള്ള നല്ല വലുപ്പമുള്ള തൈ. നല്ല ബുഷ് തൈകളാണ്. കടവണ്ണം കണ്ടോളി. ഇത് പിന്നെ മൂപ്പാവത്തല്ല, നോക്കിയതാ. അത്യാവശ്യം കടവണ്ണം കാര്യങ്ങളും ഉള്ളതാണ്. നല്ല ബഡ് തൈ, നല്ല കടവണ്ണുള്ള അടിപൊളി മരം കേട്ടോ. നല്ല ബുഷ് തൈയാണ്. അപ്പോ നല്ല ഓഫറിലാ കൊടുക്കുന്നത് കേട്ടോ. ആവശ്യക്കാർ വേഗം ഈ നമ്പറിൽ വിളിക്കുക. വീട്ടിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഇത് മിൽക്ക് ഫ്രൂട്ട് എത്ര രൂപ കൊടുക്കും നമ്മള്? മിൽക്ക് ഫ്രൂട്ട് നമുക്ക് 600 രൂപ കൊടുക്കാം. ഈ വലുപ്പമുള്ളത് 600 രൂപയ്ക്ക്. ഇത് അവിടെ അത്യാവശ്യം നമ്മളത് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. 600 രൂപയ്ക്ക് നല്ല തൈകളാണ്. ബഡ് തൈയാ? ഓക്കെ. ഇത് പുലാസാൻ.
ഇത് നമ്മൾ 600 റുപ്യക്ക് 550 കൊടുക്കണതാണ്. ഇത് 500 റുപ്യ കൊടുക്കാം. 500 രൂപ കൊടുക്കാം. 500 റുപ്യ കൊടുക്കാം ഓഫറായി. Okay. ബെഡാണ് കേട്ടോ. ബഡ് തൈ. ഇത് സപ്പോർട്ടാ. ഇത് നമുക്ക് സപ്പോർട്ട മരം നിറയെ കാഴ്ച മരം. നിറയെ കായുള്ളതാണ്. എല്ലാത്തിലും കായ വന്നിട്ടുള്ള മരം. ഏകദേശം ഒരു 10-50 കായോളം ഉണ്ടായിപ്പോ. നല്ല ഹൈറ്റ് ഉള്ള മരം. നല്ല ഹൈറ്റ് ഉള്ള മരം. പിന്നെ താഴ്ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല സ്റ്റമ്പാണ്. നമ്മൾ ഇത് ഓഫർ വിലക്ക് എത്ര രൂപ കൊടുക്കാം? ഓഫർ ലെവലിൽ 1200 റുപ്യ കൊടുക്കാം. ഞാൻ 1500 റുപ്യ കൊടുക്കുന്ന മരങ്ങളാണ്. എല്ലാ ചെടികളും ഉണ്ട് കേട്ടോ. ഫ്ലവർ ചെയ്ത ബൊഗൻവില്ല ഉണ്ട്, റോസ് ഉണ്ട്, ദയാന്തസ്, എല്ലാ ഐറ്റംസും ഉണ്ട്. നല്ല കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ടല്ലേ? ഗാർഡൻ സെറ്റിങ്ങിന് വേണ്ട എല്ലാ ചെടികളും ഉണ്ട്. ഇനി പോരാത്ത ഇനി വരുത്തും ചെയ്യും. നമ്മൾ ഗാർഡൻ സെറ്റിംഗ് ഉണ്ടോ? ഗാർഡൻ സെറ്റിംഗ്സ് ഉണ്ട്. ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. എവിടെ? നമ്മളെ ഈ മലപ്പുറം ജില്ല? മലപ്പുറം ജില്ല ഉണ്ട്, മലപ്പുറം ജില്ല ഉണ്ട്, പുറത്തുണ്ട്. പുറത്തൊക്കെ പോയി ചെയ്തിരിക്കുന്നു. ഓൾ കേരള റിലയൻസിന്റെ വർക്ക് ഞാനാണ് ചെയ്തു. അപ്പൊ അതും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ചെയ്തു. ഒരു മിതമായ നിരക്ക് ചെയ്തു കൊടുക്കേ? മിതമായ നിരക്ക് ചെയ്യും. ഉണ്ടോ? അവിടെയൊക്കെ നല്ല നല്ല ചെടികളൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾ ഈ ഒരു ഗാർഡൻ വന്ന് സന്ദർശിക്കുക. ഈ വരുന്ന 5-ാം തീയതിയാണ് ഓപ്പണിങ്. ഡാഫോഡൈൽസ് ഗാർഡൻ മലപ്പുറം ജില്ലയിൽ തിരൂർ ബസ് സ്റ്റാൻഡിന് അടുത്താട്ടോ. നമ്മൾ തിരൂർ സിറ്റി ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് റോഡ് വരുന്നുണ്ട്. മാർക്കറ്റിലേക്ക് വരുന്ന റോഡ് 100-200 മീറ്റർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ വലത്തെ സൈഡിൽ കാണുന്ന നമ്മുടെ ഗാർഡനാണ് ഡാഫോഡൈൽ ഗാർഡൻ.